സാറിൻ്റെ കാലിനടിയിൽ നിന്ന് മണ്ണെടുത്തിട്ട് എന്നെ ഉഴിഞ്ഞ് അത്രയ്ക്കും ഇതുള്ള ആൾക്കാരായിരുന്നു ആ ഗ്രാമത്തിലുള്ള ആൾക്കാരൊക്കെ. അമ്മ എന്നേ വിളിക്കുകയുള്ളൂ. ആ അമ്മ എന്ന് പറഞ്ഞാൽ അമ്മയായിട്ടാണ് അവരെ നമ്മളെ കാണുന്നത്. ഞങ്ങൾ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ സീറോയിൽ നിന്ന് ആരംഭിച്ചിട്ടുള്ള ലൈഫ് തുടങ്ങിയിട്ടുള്ള ആൾക്കാരാണ്, ഞാനും എൻ്റെ ചേട്ടനും. ഞങ്ങളിവിടെ വരെ എത്തിച്ചത് തീർച്ചയായിട്ടും ഭഗവാൻ തന്നെയാണ്. ഫിനാൻഷ്യലി ഞങ്ങൾ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അതായത് കുഞ്ചു പൊട്ടിച്ചിട്ട് പൈസ എടുക്കാൻ അത്രയും വരെ ഒരു സമയത്ത് എത്തിയിട്ടുണ്ട്. 8-ാം മാസം വരെ അഭിനയിച്ചിട്ടുണ്ട്. വാവയായിരിക്കും ഇപ്പോൾ. ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒരുപാട് ചേട്ടൻ ചെയ്ത് ഹസ്ബൻഡ് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് എത്ര പറഞ്ഞാലും മതിയാവില്ല എനിക്ക്. കടലിനക്കരെ പോണോരെ, അത് മമ്മി ഡാഡി എപ്പോഴും പറയും. ആ പാട്ട് പാടിയിട്ട് ഭയങ്കര ഡാൻസ് ആണെന്ന് ഞാൻ. ആ പാട്ട് കേൾക്കുമ്പോൾ ഭയങ്കര തുള്ളലായിരുന്നു. ചെറിയ കുഞ്ഞായിരുന്നു. അപ്പം ഉള്ളിലൊരു വാസന ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടായിരിക്കണം. അങ്ങനെയാണ് കൊണ്ടുപോയി എന്നെ ഡാൻസ് പഠിപ്പിക്കാൻ ചേർക്കുന്നത്. വേണു സാറിനെ ഞാൻ മുമ്പേ എനിക്ക് അറിയാം. കാരണം സർഗം എന്നുള്ള സിനിമയിൽ സാറിന്റെ കൂടെയാണ് എൻ്റെ ഫസ്റ്റ് ഷോട്ട് ഉണ്ടായിരുന്നത്. ആദ്യം എന്നെ അഭിനയിപ്പിച്ചിട്ട് സാർ ഇങ്ങനെ നോയിക്കൊണ്ട് നിൽക്കുമായിരുന്നു. നോയിക്കൊണ്ട് നിന്നിട്ട് പറഞ്ഞു. അദ്ദേഹം ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാളല്ലേ. അപ്പം പുള്ളിക്കാരൻ കൂടെ അഭിനയിക്കാൻ ഷീസ് ഓക്കെ എന്നുള്ള നമുക്ക് ആ ഒരു ഫേസ് കാണുമ്പോൾ അറിയാലോ. പിന്നെ എന്നെ വയസ്സാക്കാനായിട്ട് കുറച്ച് പാട് വിട്ടു. അന്ന് ഞാൻ ചെറിയ കുട്ടിയാണ്, 21 വയസ്സേ ഉള്ളൂ. ഇത്രയും എപ്പിസോഡ് പോയിട്ടില്ല. ആദ്യത്തെ സീരിയല് ജ്വാലയായാണ്. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. കോഴിക്കോട് പ്രസന്റേഷൻ സ്കൂളിൽ ആദ്യമായി സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കാൻ പറ്റിയ ഒരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ച ആളാണ് അഞ്ജലി മേനോൻ. ഈ പേര് സീരിയലിലൂടെയാണ് നമ്മളെല്ലാവരും അധികവും കേട്ടിട്ടുള്ളതെങ്കിൽ പോലും വളരെ ഐക്കോണിക് ആയ കൾട്ട് സ്റ്റാറ്റസ് ഉള്ള ഒരുപാട് മലയാളം സിനിമകളിലെ ഈ മുഖം നിങ്ങൾക്ക് കാണാം. അനില ശ്രീകുമാറാണ് ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. ഒരു 3 പതിറ്റാണ്ടിനപ്പുറത്തൊക്കെ ഒരു ഇൻഡസ്ട്രി നിൽക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ലല്ലോ. ഇതെങ്ങനെ ഈ ലോഞ്ചിവിറ്റി ഇത്രയും കാലം നിലനിൽക്കാനുള്ള കാര്യം അത് ആലോചിച്ചിട്ടുണ്ടോ? ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ദൈവാനുഗ്രഹം തന്നെ പറയാം. പിന്നെ ഏറ്റവും വലുതായിട്ടുള്ളത് എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ട്. അതില്ലാണ്ട് ഒരിക്കലും നമുക്ക് അത് ചെറുപ്പം മുതൽ ചെറുതാവുമ്പോൾ അച്ഛനും അമ്മ, പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡ്, പിന്നെ മക്കള്, ആൻഡ് ഓഫ് കോഴ്സ് ഇതിനൊക്കെ ഉപരിയായിട്ട് ഓഡിയൻസിന്റെ സപ്പോർട്ട്. ഇതെല്ലാം കൊണ്ട് എൻ്റെ ഹസ്ബൻഡ് മാത്രമല്ല, ഹസ്ബൻഡിന്റെ ഫാമിലിയും അച്ഛനും അമ്മയും ഹസ്ബൻഡിന്റെ അച്ഛനും അമ്മയും എല്ലാവരും ഒരേപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഒരിക്കലും എനിക്ക് ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ പറ്റില്ല. സാധാരണ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അഭിനയം നിർത്തുക, അല്ലെങ്കിൽ മക്കളായി കഴിഞ്ഞാൽ അഭിനയം നിർത്തുക, ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് വരുമ്പോൾ. ബട്ട് എൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ഷെയർ ചെയ്യപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു സമയം വരെ അച്ഛനും അമ്മയായിരുന്നു എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടുണ്ടായിരുന്നത്. കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും എനിക്ക് ചേട്ടൻ അഭിനയിക്കാൻ വന്ന ആളാണ്. എനിക്ക് കഴിയാതെ പോയത് നിനക്ക് സാധിക്കുന്നുണ്ട്, ഒരിക്കലും ഞാനത് സ്റ്റോപ്പ് ചെയ്യാൻ പറയില്ല, അത് കണ്ടിന്യൂ ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഡെലിവറീൻ്റെ അത് 8-ാം മാസം വരെ അഭിനയിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഡെലിവറിയിൽ 8-ാം മാസം വരെ അഭിനയിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അഭിനയം. പിന്നെ ഓഫ് കോഴ്സ് അഭിനയിക്കാൻ പറ്റില്ലല്ലോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. പിന്നെ മോൻ്റെ ഡെലിവറി കഴിഞ്ഞ ശേഷമാണെങ്കിലും എൻ്റെ ചേട്ടൻ തന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും എനിക്ക് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുമായിരുന്നു. അപ്പം ക്ലോത്ത് ഇപ്പം കൊച്ചു കുഞ്ഞായിരിക്കുമ്പം മക്കൾക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ, കുഞ്ഞുങ്ങൾക്ക് വാവയായിരിക്കുമ്പോൾ അതൊക്കെ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒരുപാട് ചേട്ടൻ ചെയ്ത് ഹസ്ബൻഡ് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് എത്ര പറഞ്ഞാലും മതിയാവില്ല എനിക്ക്. അത് കഴിഞ്ഞിട്ടാണെങ്കിലും മോനൊരു വലുതായി കഴിഞ്ഞപ്പോഴത്തേക്കും അവനെ നോക്കുന്ന കാര്യങ്ങളാണെങ്കിലും പിന്നെ അവൻ പറഞ്ഞ അമ്മ പൊയ്ക്കോ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അഡ്ജസ്റ്റഡ്. പിന്നെ വീട്ടിൽ അച്ഛനും അമ്മ ഉണ്ടായിരുന്നു, ഹസ്ബൻഡിന്റെ അച്ഛനും അമ്മ ഉണ്ടായിരുന്നു, പിന്നെ അവരുടെ സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. എല്ലാവരും അവനെ നോക്കാനായിട്ട്, അവൻ ആദ്യത്തെ കുട്ടിയാണ് ഈ വീട്ടിൽ, അപ്പം അവനെ ലാളിക്കാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സപ്പോർട്ട്. പിന്നെ രണ്ടാമത് മോളുണ്ടായി കഴിഞ്ഞപ്പം എൻ്റെ അച്ഛനമ്മയുടെ അടുത്ത് കുറേ നാൾ കൊണ്ടുവിട്ടിട്ടുണ്ടായിരുന്നു മോളെ. കൊണ്ടുവിട്ടിട്ട് ഞാൻ പോവല്ല, അവിടെ എറണാകുളത്ത് ഷൂട്ടിംഗ് ഉണ്ടാകുമ്പം എൻ്റെ വീട് ഇപ്പം ഞങ്ങൾ അങ്കമാലിയാണ് അച്ഛനമ്മ ഉള്ളത്. അപ്പം മോളെ നോക്കാനൊക്കെ ഡാഡിയും മമ്മിയും ഒരുപാട് സപ്പോർട്ട് ചെയ്യുമായിരുന്നു. പിന്നെ മോൻ പറയുമായിരുന്നു, അവനും 10 years ഡിഫറൻസ് ആയിരുന്നു, അവളെ നന്നായിട്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് നിൽക്കുന്നേക്കാൾ കൂടുതൽ മോൻ്റെ അടുത്താണ് മോള് നിന്നിട്ടുള്ളത്. അവർ 10 വയസ്സ് വ്യത്യാസമുള്ളതുകൊണ്ട് ഭയങ്കര അച്ഛൻ ഞങ്ങൾ പറഞ്ഞേക്കാൾ കൂടുതൽ അവൻ പറയുന്നതാണ് അവളെ കേൾക്കുക.
അവൾ കൂടുതൽ അവനോടാണ് ഒരു അറ്റാച്ച്മെന്റ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് അമ്മ പൊയ്ക്കോ എന്നുള്ള രീതിയിൽ, അമ്മ പൊയ്ക്കോ, ഞാൻ നോക്കിക്കോളാം എന്നുള്ള രീതിയിൽ അവൻ പറയായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും വർക്കിംഗ് ആണല്ലോ, ചേട്ടന് വർക്കിന് പോവും. അപ്പം എല്ലാം കൂടെ ഒരുമിച്ച് വന്നതുകൊണ്ടാണ് എനിക്ക് ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ പറ്റിയെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവരോടൊക്കെ ഉള്ള ഒരു നന്ദി ഉള്ളിലുണ്ടാവും ഡെഫിനറ്റ്ലി. ഈ ഓരോരോ ആളുകളുടെ അടുത്ത് ഇവരോട് ആരോടെങ്കിലും പോയി പറഞ്ഞിട്ടുണ്ടോ, ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് നിങ്ങളുള്ളത് കൊണ്ട് എന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഓഫ് കോഴ്സ് എന്റെ ദൈവാനുഗ്രഹമാണല്ലോ എനിക്ക് ഇങ്ങനെ ഒരു ഫാമിലിനെ കിട്ടിയത്. എന്റെ അച്ഛനമ്മയുടെ മകളായിട്ട് ജനിക്കാൻ പറ്റിയത്, എനിക്ക് ഇങ്ങനെ ഒരു ഹസ്ബൻഡ് കിട്ടിയത്, എനിക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 2 മക്കളെ എന്റെ ചേട്ടൻ തന്നത്, എല്ലാം ഞാൻ ആരോടൊക്കെയാണ് ഞാൻ കടപ്പാട് പറയേണ്ടത്? ഭഗവാനോട് കടപ്പാട് ഫ്രണ്ടിലുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് എല്ലാം ദൈവാധീനം തന്നെയാണ്. അത് ഒരു 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 ശക്തി ഈ ഈശ്വരന്മാരെ പറ്റി പലരും പല കോൺട്രവേഴ്സീസ് ഒക്കെ ഈ ഭൂമിയിൽ ഉണ്ടെങ്കിൽ പോലും ദർ ഈസ് എ പവർ. എന്തൊക്കെ തന്നെയാണെങ്കിലും ആ പവറിനെ നമ്മൾ മതിച്ചേ പറ്റുള്ളൂ, അത് റെസ്പെക്ട് ചെയ്തേ പറ്റുള്ളൂ, അതിനെ വണങ്ങിയേ പറ്റുള്ളൂ. എപ്പോഴാ ഇങ്ങനെ ഒരു ദൈവം അല്ലെങ്കിൽ ഈശ്വരൻ പടച്ചവനുണ്ട് അങ്ങനെ തോന്നിയ ദൈവം വന്ന് തൊട്ട നിമിഷങ്ങളുണ്ടോ? ഞങ്ങൾ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ സീറോയിൽ നിന്ന് ആരംഭിച്ചിട്ടുള്ള ലൈഫ് തുടങ്ങിയിട്ടുള്ള ആൾക്കാരാണ്, ഞാനും എൻ്റെ ചേട്ടനും. ഇൻ ടേംസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്? ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് സീറോയിൽ തുടങ്ങിയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ഞങ്ങളിവിടെ വരെ എത്തിച്ചത് തീർച്ചയായിട്ടും ഭഗവാൻ തന്നെയാണ്. ആ ഒരു പവർ തന്നെയാണ് അത്. കുറേ നാൾ എനിക്ക് മലയാളത്തിൽ ഇൻഡസ്ട്രിയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്ന സമയത്ത് ആഹ്, ഒരുപാട് ഇടയ്ക്കൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടില്ല എന്നല്ല, ഫിനാൻഷ്യലി ഞങ്ങൾ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അതായത് കുഞ്ചു പൊട്ടിച്ചിട്ട് പൈസ എടുക്കാൻ അത്രയും വരെ ഒരു സമയത്ത് എത്തിയിട്ടുണ്ട്. ഐ മീൻ കുടുക്ക പൊട്ടിച്ചിട്ട്? കുടുക്ക പൊട്ടി കുഞ്ചി കുടുക്ക എന്ന് പറയില്ലേ, അത് പൈസ ഇല്ലാണ്ട് അതുവരെ പൊട്ടിച്ചിട്ട് അങ്ങനെയുള്ള ഒരു സമയം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് പൊട്ടിച്ച് ഞങ്ങൾ കണക്കൂട്ടി എല്ലാം ഒക്കെ റെഡിയാക്കി വെച്ച സമയത്ത് എനിക്ക് എന്നോ കിട്ടാനുള്ള എമൗണ്ട് എൻ്റെ അക്കൗണ്ടിൽ വരികയും എനിക്ക് ആ കാര്യത്തിന് അത് ഉപയോഗിക്കേണ്ടി വരികയും ഞങ്ങളങ്ങ് പോയി. പിന്നെ അതാണ് ഏറ്റവും ഇതായിട്ട് വന്നിട്ടുള്ളത്. അവിടുന്ന് പിന്നെ എനിക്ക് ഇതുവരെ ഒരു ബുദ്ധിമുട്ട് ദൈവം തന്നിട്ടില്ല. പിന്നെ തമിഴ് വർക്ക്, അവിടുന്നാണ് ഞാൻ പിന്നെ തമിഴ് വർക്കിൽ ജോയിൻ ചെയ്യുന്നത്. 2017, 18 ആ സമയത്താണ് ചിന്നത്തമ്പി എന്ന് പറഞ്ഞൊരു തമിഴ് സീരിയൽ ഞാൻ ചെയ്യുന്നത്. പിന്നെ എന്നെ സത്യം പറഞ്ഞാൽ ഇപ്പോഴും കൂടെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത് വിജയ് ടി വി. ഓഫ് കോഴ്സ് അത് ആ ഒരു നന്ദി എപ്പോഴും ഞാൻ ഉണ്ടാവും. മലയാളം ഇൻഡസ്ട്രിയിൽ ഞാൻ ഇത്രയും നാൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും എൻ്റെ ഒരു ഭയങ്കര ഒരു ക്രൈസിസ് ടൈമിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ട് നിന്നിട്ടുള്ളത് വിജയ് ടി വി തന്നെയാണ്. പിന്നെ ഓഫ് കോഴ്സ് കൊറോണ നമ്മളെല്ലാവരെയും ബാധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ആ സമയത്ത് ഞങ്ങൾ ഇവിടുന്ന് PPE കിറ്റൊക്കെ ഇട്ട് ഷൂട്ടിങ്ങിന് പോയിട്ടുണ്ട്. ഈ അതൊക്കെ ആദ്യ സീരിയലിൽ തന്നെ ഈ ഡബിൾ റോൾ ചെയ്യുക, പിന്നെ ജ്വാലയില് അന്ന് 65 വയസ്സുകാരിയായിട്ടുള്ള ത്രേസ്യാമ്മയാകുമ്പോൾ 21 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുക. തുടക്കത്തിൽ തന്നെ വേഴ്സറ്റാലിറ്റി പ്രൂവ് ചെയ്തത് നന്നായി, അതായത് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് നന്നായി. അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? അത് ആ സമയത്ത് അങ്ങനെ ചോയ്സിനൊന്നും സാധ്യത ഉണ്ടാവില്ലല്ലോ. ഇല്ല. ഫസ്റ്റ് തന്നെ ഇങ്ങനെ ഒരു ഭയങ്കര ഹെവി ആൻഡ് വെയിറ്റ് ഉള്ള ഒരു ക്യാരക്ടർ ചെയ്തത് അതൊരു വലിയൊരു അനുഗ്രഹമായിട്ടുണ്ട്. അതെന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന വീട്രാക്സ് സ്റ്റുഡിയോ, വീടിന്റെ തൊട്ടപ്പുറത്താണ്, ഞങ്ങൾ നെയ്ബേഴ്സ് ആണ്. ഇപ്പം ഞാൻ അന്ന് കോഴിക്കോടായിരുന്നു. അപ്പം വീട്രാക്സ് സ്റ്റുഡിയോയിലെ വർക്കിന് വേണ്ടിയിട്ട് അത് ആക്സിഡന്റലി സംഭവിച്ചത്. ഞാൻ ആദ്യം വന്നത് സിനിമയിലാണ്. സിനിമയിൽ നിന്ന് പിന്നെ ഒരു ടെലിഫിലിം ചെയ്തു. കുലം എന്ന് പറഞ്ഞ കുലം എന്ന് പറഞ്ഞ ടെലിഫിലിം ചെയ്തു. അത് വന്ന് എഡിറ്റ് ചെയ്തത് വീട്രാക്സിലാണ്. അങ്ങനെ അവരവിടെ നിന്ന് എന്നെ കണ്ടിട്ടാണ് ദീപനാളത്തിന് ചുറ്റും, എൻ്റെ ഹസ്ബൻഡാണ് അതിന്റെ കൺട്രോളർ ആയിരുന്നത്. അങ്ങനെ ഞാൻ ചേട്ടൻ ആദ്യമായിട്ട് കാണുന്നതും ആ വർക്കിലാണ്. അപ്പം അങ്ങനെ വിളിച്ചു, ഞാൻ ഇതിന് വന്നു. അങ്ങനെയാണ് ആ ഒരു ക്യാരക്ടറിലേക്ക് വരുന്നത്. അതാണെങ്കിൽ നമുക്ക് പണ്ട് ദൂരദർശൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആദ്യം ഒന്ന് പൈലറ്റ് എടുത്തു കൊടുക്കുക, പിന്നെ ഒരു 4 എപ്പിസോഡ് എടുത്തു കൊടുക്കുക, പിന്നെ അതൊരു ഡ്യൂറേഷൻ കുറെ കഴിഞ്ഞിട്ട് നമ്മളെ സീരിയൽ അപ്രൂവൽസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അത്രയും ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ടെലികാസ്റ്റ് ചെയ്തത്. അപ്പം അതൊരു ഭയങ്കര ഹെവി ആയിരുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു. ആൻഡ് മോഹൻദാസ് സാറായിരുന്നു അതിന്റെ ഡയറക്ടർ. അപ്പം എനിക്ക്
ഒരു ബേസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഞാൻ തുടങ്ങിയത് ഹരിഹരൻ സാറാണ്. ഹരിഹരൻ സാറിന്റെ വർക്കിലാണ് ഫസ്റ്റ് എനിക്ക് സർഗം. മുഖം കാണിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ കുലം എന്ന് പറയുന്ന സാറിന്റെ അസോസിയേറ്റ് ആയ ഉണ്ണിനാരായണൻ. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം അതിന്റെ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ദീപനാളത്തിന് ചുറ്റും മോഹൻദാസ് സാർ, അതും ഹരിഹരൻ സാറിന്റെ അസോസിയേറ്റ്. അപ്പോൾ ഒരു നല്ലൊരു ക്ലാസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ബേസ്, നല്ലൊരു സ്കൂള് എന്ന് തന്നെ പറയാം. ഇവരെല്ലാം ഒരേ ഒരു സാറൊക്കെ എനിക്ക് ആദ്യമൊക്കെ ഞാൻ വരുമ്പോൾ എനിക്കൊന്നും അറിഞ്ഞൂടാ, അഭിനയിച്ച് കാണിച്ചു തരുന്നു. ഈവൻ ഹരിഹരൻ സാറും അഭിനയിച്ച് കാണിച്ചു തരുന്നു. അതുപോലെ ഞാനങ്ങ് ചെയ്താൽ മതി. മോഹൻദാസ് സാറും അതുപോലെ തന്നെയായിരുന്നു. എല്ലാം അഭിനയിച്ച് കാണിച്ചു തരും, ഞാൻ അങ്ങ് പെർഫോം ചെയ്യും. അതുപോലെ സാറ് എന്ത് ചെയ്യുന്നു അതങ്ങ് ഞാൻ ചെയ്യുക. ഇങ്ങനെ വടി കൊണ്ടൊക്കെ ഇങ്ങനെ നിൽക്കരുത് സ്കൂട്ടി സ്കൂളിൽ, പാവം സാറതില്ല. അപ്പം അതൊക്കെ നല്ലൊരു അതുകൊണ്ട് നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റി. ജ്വാലയൊക്കെ ഒത്തിരി നാളുകൾക്ക് ശേഷം കേട്ടോ. അത് കഴിഞ്ഞ് എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ ഡെലിവറി ഒക്കെ കഴിഞ്ഞ ശേഷമാണ് ഞാൻ ജ്വാലയായി അഭിനയിച്ചത്. ഈ ജ്വാലയായി ഉണ്ടാക്കിയൊരു പേരുണ്ടല്ലോ, അതായത് പ്രണയത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു ആള്, പഴുതടിച്ച പ്രകടനം എന്നൊക്കെ പറയുന്ന പോലെ എല്ലാ കാലത്തും അത് ഓർക്കപ്പെടുന്നുണ്ട്. ഇപ്പോഴും അത് ഇപ്പൊ അതിന്റെ റീ അപ്ലോഡ് യൂട്യൂബിൽ നടത്തിയപ്പോ ഇപ്പോഴും ആളുകൾ അത് പോയി റീവിസിറ്റ് ചെയ്യുന്നുണ്ട്. നെടുമുടി വേണു ചേട്ടനായിട്ട് ഉണ്ടാക്കിയ കോംബോ അത്രയും വലിയ ആർട്ടിസ്റ്റാണ് അദ്ദേഹം. പലപ്പോഴും ഡയലോഗുകൾ ഇല്ലാതെ പോലും തന്നെ അദ്ദേഹം കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ലെജൻഡാണ്. അപ്പം അദ്ദേഹത്തിനോട് അത്രയും കാലം അത് ചെയ്യാൻ പറ്റിയതിന്റെ ജ്വാലയായി കരിയറിൽ കൊണ്ടുവന്ന മാറ്റം എന്താ ശരിക്കും? ജ്വാലയായി ഇപ്പൊ പറഞ്ഞ പോലെ ഇപ്പോഴും ആൾക്കാർ ഓർക്കുന്ന ഒരു കഥാപാത്രമാണ്. ഒരുപാട് മാറ്റം എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് വലിയൊരു സ്കൂളായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഇപ്പം വേണു സാർ എന്ന് പറയുന്നത് സാറ് വരുന്നതിന് ഒരു 2 ദിവസം മുന്നേ ഞാൻ അഭിനയിച്ചു തുടങ്ങിയിരുന്നു ഇതിൽ ജ്വാലയിൽ. എന്നെ ഈ ഫസ്റ്റ് ക്യാരക്ടറിന് മാധവൻകുട്ടി സാറിന് അതിന് മുന്നേ ഉള്ളൊരു താമരക്കുഴി എന്ന് പറഞ്ഞ സീരിയൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതിലാണ് എനിക്ക് ആദ്യമായിട്ട് അവാർഡ് കിട്ടുന്നത് ജ്വാലയിൽ. ഐ മീൻ താമരക്കുഴി. ട്രൈബൽ വുമൺ ആയിട്ട്. അതെ അതെ, എൻ്റെ ഹസ്ബൻഡ് ആയിരുന്നു അതിന്റെ കൺട്രോളർ. ചേട്ടൻ ആളെല്ലാം തന്നെയായിരുന്നു. അഭിനയിച്ചിട്ടുണ്ട്. എന്നെ മുറച്ചെറുക്കൻ ഇപ്പം ഫുൾ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ. ഭയങ്കര വ്യൂസും ഉണ്ട് അത്. അപ്പം അങ്ങനെയാണ് സാറ് ആഫ്റ്റർ മാരേജ് ഒക്കെ കഴിഞ്ഞിട്ടാണ് എന്നെ സാറിന് വിളിക്കുന്നത്. അപ്പം ഞാനിത് എങ്ങനെ ചെയ്യും, എനിക്ക് ഇത്രയും ഏജ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്തിട്ടില്ലല്ലോ. അങ്ങനത്തെ ഒരു അതുപോലെ ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. അപ്പം ഇങ്ങനെ ഫോൺ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്യും? അപ്പം ചേട്ടൻ പറഞ്ഞു, നീ ചെയ്യും, ഓഫ് കോഴ്സ് അഭിനയിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. പക്ഷെ അത് ഓഡിയൻസ് ആക്സെപ്റ്റ് ചെയ്താലേ അതിൽ കാര്യമുള്ളൂ. ഇങ്ങനെ നമ്മൾ പോയി നിന്ന് അഭിനയിച്ചിട്ട് അത് ഓഡിയൻസ് അംഗീകരിക്കണമല്ലോ. അല്ലാതെ ഒരു കഥാപാത്രം ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. അപ്പം മാധവൻകുട്ടി സാറും അതുപോലെ അഷ്വറൻസ് ഒന്നും ചെയ്താൽ നന്നായിട്ട് ചെയ്യും, എനിക്കറിയാം വരണം എന്ന് പറഞ്ഞിട്ട് സാറും വിളിച്ചു. അപ്പം ചേട്ടൻ്റെ ആ ഒരു ബലത്തിലാണ് ഞാൻ ശരി ഓക്കെ ചെയ്യാം എന്ന് സമ്മതിക്കുന്നത്. അങ്ങനെ പോയി ചെയ്ത് സാറ് വരുന്നതിന് 2-3 ദിവസം മുന്നേ അഭിനയിച്ചു തുടങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ വേണു സാർ വന്നു. വേണു സാറിനെ ഞാൻ മുമ്പേ എനിക്ക് അറിയാം. കാരണം സർഗം എന്നുള്ള സിനിമയിൽ സാറിന്റെ കൂടെയാണ് എൻ്റെ ഫസ്റ്റ് ഷോട്ട് ഉണ്ടായിരുന്നത്. അപ്പം എനിക്ക് പരിചയമുണ്ട് സാറിന്. പക്ഷെ എന്നെ ഓർമ്മ ഉണ്ടായിട്ട് പിന്നെ ഞാൻ പറഞ്ഞ എനിക്ക് ഓർക്കുന്നില്ല കാര്യം. അപ്പം സാറ് വരുമ്പോൾ ലൈക്ക് നമ്മൾ വെയിറ്റിംഗ് ആയിരുന്നു സാറ് വന്നു കഴിയുമ്പോഴുള്ള കോമ്പിനേഷൻ. എന്നിട്ട് സാറ് ഫസ്റ്റ് ആദ്യം എന്നെ അഭിനയിപ്പിച്ചിട്ട് സാറിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. നോക്കിക്കൊണ്ട് നിന്നിട്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അല്ല സാറ് പുള്ളിക്കാരനും അദ്ദേഹം ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാളല്ലേ. അപ്പം പുള്ളിക്കാരൻ കൂടെ അഭിനയിക്കാൻ ഷീസ് ഓക്കെ എന്നുള്ള നമുക്ക് ആ ഒരു ഫേസ് കാണുമ്പോൾ അറിയാലോ. ഇപ്പൊ ഡയറക്ടർ ഒരു അഭിനയം പറഞ്ഞു കഴിഞ്ഞിട്ട് ഓക്കെ എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം ആ ഓക്കേയിൽ എത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെന്ന്. ഡയറക്ടർ ഓക്കെ എന്ന് പറഞ്ഞാൽ ഓക്കെ എന്ന് പറയുമ്പോൾ അത് ഇറ്റ്സ് ഡിഫറെന്റ്. അപ്പം അങ്ങനെയാണ് അത് ജ്വാലയിലേക്ക് സ്റ്റാർട്ടിങ് ആയത്. പിന്നെ എന്നെ വയസ്സാക്കാനായിട്ട് കുറച്ച് പാട് കിട്ടും. അന്ന് ഞാൻ ചെറിയ കുട്ടിയായിരുന്നു, 21 വയസ്സേ ഉള്ളൂ. അപ്പം മേക്കപ്പ് ഒക്കെ ഈ ബോഡി ലാംഗ്വേജ് ഉണ്ടല്ലോ, നടക്കുന്നത്, ഇരിക്കുന്നത്, അതൊക്കെ എങ്ങനെയാണ്? കൊറേയൊക്കെ സാറ് എൻ്റെ അടുത്ത് ആദ്യമൊക്കെ പറഞ്ഞു തന്നു. പിന്നെ ഞാൻ അതങ്ങനെ ക്യാരക്ടർ ആയി അങ്ങനെ ആയി മാറി. ആ കാരണം നമ്മൾ നടക്കുന്ന സ്പീഡ് പറ്റില്ലല്ലോ 65 വയസ്സിന്, പ്രത്യേകിച്ച് 21 വയസ്സ്. കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ ചെയ്യാനായിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വർഷങ്ങളോളം അങ്ങനെ നീണ്ടു 521 എപ്പിസോഡാണ് ജ്വാലയായിട്ടുള്ള. അന്ന് ദാറ്റ് വാസ് വെരി മച്ച് ഗ്രേറ്റ്. ഇന്ന് 1000 പോകുന്നുണ്ട്, പക്ഷെ അന്ന് അത്രയും എപ്പിസോഡ് പോയിട്ടുള്ള ആദ്യത്തെ സീരിയല് ജ്വാലയാണ്.
അതിന് മുമ്പ് വംശമായിരുന്നു ആദ്യത്തെ മെഗാ സീരിയൽ. അത് 52 എപ്പിസോഡ് 51 എപ്പിസോഡ് എന്തോ ആണ്. അതിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതിലും ചേട്ടൻ മകനും അഭിനയിച്ചിട്ടുണ്ട്. അഭിനയിച്ചിട്ടുണ്ടല്ലേ? അതെന്റെ വാവയായിട്ട് ഞാൻ ലൊക്കേഷനിൽ പോയപ്പം അവന് 6 മാസം പ്രായമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ അവൻ പിന്നെ ഹരിശാന്ത് ആയിരുന്നു അതില് നായകനായിട്ടുണ്ടായിരുന്നത്. ഹരിശാന്തിന്റെ ചെറുപ്പം അന്ന് കൊണ്ടുവന്ന കൊച്ചെന്തോ ഓക്കെ ആയില്ല. അപ്പൊ മോൻ ഉണ്ടായിരുന്നു എന്റെ കൂടെ. അപ്പൊ അങ്ങനെ അഭിനയിച്ചതാണ്. വേണു സാറായിട്ടുള്ള ഒരു ഇന്ററാക്ഷനിൽ ഇപ്പൊ അദ്ദേഹം ആക്ടിങ്ങിനെ പറ്റി പറഞ്ഞതോ അല്ലെങ്കിൽ അഭിനയത്തെ പറ്റി പറഞ്ഞതോ അങ്ങനെ എന്തെങ്കിലും ബാലപാഠങ്ങളോ അല്ല, കറക്ഷൻസ് ഒക്കെ പറയാറുണ്ട്. അതിങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്ന് തന്നെ പറയാറുണ്ട്. സത്യം പറഞ്ഞാൽ ഭയങ്കര കോമ്പറ്റീഷൻ ആയിരുന്നു പിന്നെയൊക്കെ. ഞാൻ സാർ പറയും അല്ലയുടെ ക്ലോസ് ആദ്യം എടുത്തു, അത് കഴിഞ്ഞ് ഞാൻ അഭിനയിക്കും. അപ്പൊ നമ്മളിടുമ്പോൾ അതിനനുസരിച്ച് കൗണ്ടർ സാർ ഇടും, അല്ലെങ്കിൽ സാറിന്റെ ആദ്യം എടുക്കുമ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റും. അല്ല, ഞാൻ കമ്പൈൻ ഷോട്ട് അല്ല പറഞ്ഞത്. അപ്പം അതൊരു വലിയൊരു ഭാഗ്യമാണ്. എന്നെ സംബന്ധിച്ച് അതൊരു വലിയ ഭാഗ്യമാണ്. അത്രയും വലിയൊരു കഴിവുറ്റ ഒരു ആർട്ടിസ്റ്റിന്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയത് ഇതൊരു വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. ഡാൻസ് ജീവിതത്തിൽ ഭയങ്കര ഇൻസ്ട്രുമെന്റൽ ആയിട്ടുള്ള ഒരു പാർട്ടാണെന്ന് കേട്ടിട്ടുണ്ട്. അച്ഛനുണ്ടാക്കി തന്ന ചെലങ്ക ആ, ആണ് ഉണ്ടായതെന്ന് കേട്ടിട്ടുണ്ട്. അതെ അതെ. എങ്ങനെയാണ് ഡാൻസോട് ഇത്രമാത്രം അടുപ്പം വന്നത്? അതായത് ഇപ്പൊ ആളുകളൊക്കെ ഡാൻസ് ചെയ്യും, പക്ഷെ ഒരു പോയിന്റ് കഴിയുമ്പോൾ ചിലപ്പോൾ അത് അവസാനിപ്പിക്കും. അതായത് ആക്ടറാണ്, ഫുൾ ടൈം ആക്ടർ ആണെങ്കിൽ ഡാൻസിന്റെ പാഷൻ കൊണ്ടുപോകുന്ന ആളുകൾ അങ്ങനെ വളരെ ചുരുക്കമല്ലേ ഉള്ളൂ. ഇപ്പം ശോഭന മാം സത്യം പറഞ്ഞാൽ ഒരു ഫുൾ ടൈം ഡാൻസറും പാർട്ട് ടൈം ആക്ടറും ഒക്കെ മാറിയിരിക്കണം. അല്ലെങ്കിൽ ഫുൾ ടൈം ആക്ടർ ആയിട്ടുള്ള ആളുകൾ ഡാൻസിനെ പേഴ്സ് ചെയ്യുന്ന വളരെ കുറച്ചൊരു ഏരിയയിലേ ഉള്ളൂ. എന്താണ് ഡാൻസിനോട് ഇത്രയും ഇഷ്ടം? അതെങ്ങനെ ഇത്രയും കാലം ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നത്? അതെന്റെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് തന്നത് എന്റെ അച്ഛനമ്മയും തന്നെയാണ്. കാരണം എനിക്ക് ഒരു മേ ബി നമ്മൾ ഒരു പാട്ട് കേൾക്കുമ്പോൾ കിടന്ന് തുള്ളുകയൊക്കെ ചെയ്യുമായിരുന്നു. മറ്റേ ഈ പാട്ടില്ലേ, കടലിനക്കരെ പോണോരെ, അത് മമ്മി ഡാഡി എപ്പോഴും പറയും ആ പാട്ട് പാടിയിട്ട് ഭയങ്കര ഡാൻസ് ആണെന്ന്. ഞാൻ ആ പാട്ട് കേൾക്കുമ്പോൾ ഭയങ്കര തുള്ളലായിരുന്നു. ചെറിയ കുഞ്ഞായിരുന്നു അപ്പം. അപ്പൊ അങ്ങനെ ഉള്ളിലൊരു വാസന ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടായിരിക്കണം. അങ്ങനെയാണ് കൊണ്ടുപോയി എന്നെ ഡാൻസ് പഠിപ്പിക്കാൻ ചേർക്കുന്നത്. മമ്മി പാട്ട് പാടും, ഡാൻസ് ചെയ്യുമായിരുന്നു. എന്നുവെച്ചാൽ അങ്ങനെ ഭയങ്കര ഡാൻസർ അല്ല അന്നത്തെ കാലത്ത്, ചെറുതായിട്ടൊക്കെ. അല്ലാണ്ട് ക്ലാസിക് ബേസിക്കലി പഠിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ പാട്ട് പാടുമായിരുന്നു മമ്മി നന്നായിട്ട്. അപ്പം അങ്ങനെ ആണ് എന്നെ കൊണ്ടുപോയി ചേർത്തത് കൊണ്ടാണ് പിന്നെ കുറച്ച് ഞാനും അതില് എനിക്ക് ഓർമ്മ വെച്ച കാലം മുതലേ ഞാൻ ഡാൻസ് കളിക്കുന്നുണ്ട്. അതാണ്. പിന്നെ സരസ്വതി ടീച്ചർ അടുത്ത്, MT സാറിന്റെ വൈഫ് സരസ്വതി ടീച്ചർ, കലാമണ്ഡലം ക്ഷേമാവതി. എൻ്റെ ഫസ്റ്റ് മാസ്റ്റർ പേര് എനിക്കൊന്ന് കേളപ്പൻ മാസ്റ്റർ, ശശി മാഷ്, ഇവരൊക്കെ എൻ്റെ കുഞ്ഞുകാലത്തുണ്ടായിരുന്ന മാഷുമാരാണ്. പിന്നെയാണ് സരസ്വതി ടീച്ചർ അടുത്തും ക്ഷേമാവതി ടീച്ചർ അടുത്തും ഒക്കെ പങ്കെടുത്തത്. ഞാൻ സ്കൂളിൽ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിന് പങ്കെടുത്തതും ആദ്യമായിട്ട് സ്റ്റേറ്റ് ഡാൻസിന് പോകുന്നത് ഞാനാണ്. സ്കൂളിൽ പ്രസന്റേഷൻ. അതിനു മുമ്പ് ഇതുവരെ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ ആരും പങ്കെടുത്തിട്ടില്ല. ഫസ്റ്റ് സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിൽ കാസർഗോഡായിരുന്നു സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവല്. അഞ്ജലി എന്ന് പറഞ്ഞാൽ അഞ്ജലി എന്റെ സീനിയർ ആണ്. അഞ്ജലി സ്കൂളിൽ ഒരു വർഷം കണ്ട് അഞ്ജലി പഠിച്ചിട്ടുള്ളൂ പ്രസന്റേഷൻ. അഞ്ജലി എന്റെ സീനിയർ ആയിരുന്നു. അഞ്ജു എന്നായിരുന്നു ഞങ്ങൾ. അഞ്ജു മാധവ്, അതാണ് റെക്കോർഡിങ്ങിലായിട്ടുള്ള നെയിം. അഞ്ജു മാധവ്, അങ്ങനെയാണ് അറിയുന്നത്. ഞങ്ങൾ ഗ്രൂപ്പ് ഡാൻസിനൊക്കെ ഒന്നിച്ചിട്ടുണ്ടായിരുന്നു. ഡാൻസറാണ്, നന്നായിട്ട് ഡാൻസ് ചെയ്യും. അഞ്ജലി ഞങ്ങളൊക്കെ കോമ്പറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട് സ്കൂളിൽ. അഞ്ജലി എന്റെ ഒരു വർഷം സീനിയർ, ഒരു വർഷമാണെന്ന് തോന്നുന്നുണ്ട്, 1-2 വർഷം സീനിയർ ആണ് എന്നെക്കാളും. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ഗ്രൂപ്പ് ഡാൻസിനും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ 10th സ്റ്റാൻഡേർഡിന് പോലും യൂണിറ്റ് ടെസ്റ്റ് ഒന്നും എഴുതാതെ പോയി യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ പോയിട്ടുള്ള ഒരാളാണ്. എനിക്ക് ഡാൻസ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ഇതായിരുന്നു. എനിക്ക് എന്തായാലും ഡാൻസിന് പോകണം. കാരണം 10th സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഇതുണ്ടല്ലോ, 10ാം ക്ലാസ് ആയി കഴിഞ്ഞാൽ പിന്നെ SSLC ആണ്, ഡാൻസിന് പോകണ്ട, അതിന് പോകണ്ട എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും ഉണ്ട് കുട്ടികൾ. ഞാൻ ഇപ്പോൾ ഡാൻസ് ക്ലാസ് നടത്തുന്നുണ്ട്. ഇവിടെയുണ്ട് ഇപ്പോൾ കുട്ടികൾ 10th ആകുമ്പോഴത്തേക്കും ഈ വർഷം വരുന്നില്ല. കാരണം അതന്നെ ഒരു എനിക്ക് വല്ലാത്തൊരു, കാരണം നമുക്ക് ഡാൻസ് എന്ന് പറയുന്നത് ഭയങ്കര റിഫ്രഷിംഗ് ആണ് മനസ്സിൽ. 24 മണിക്കൂറും പഠിച്ചുകൊണ്ടിരിക്കുവോ, അല്ലെങ്കിൽ 12 hours പഠിച്ചാലും അതിൽ ഒരു മണിക്കൂർ ഡാൻസിന് വേണ്ടി ചെലവഴിക്കുന്നത് കൊണ്ട് അത്രയും പഠിച്ചതെല്ലാം മറന്നു പോവോ, അതോ എനിക്ക് കുറച്ചും കൂടെ കൂടുതൽ നമുക്ക് റിഫ്രഷിംഗ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഡാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ സ്കൂളിൽ ഒക്കെ ഡാൻസ് കണ്ടിന്യൂ ചെയ്ത്, അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ല, ഓഫ്കോഴ്സ് നമ്മുടെ ഫാമിലിയുടെ ഒരു സപ്പോർട്ട് അതൊരു വലിയ കാര്യമാണ്. ഡാൻസ് ആണെങ്കിലും എന്താണെങ്കിലും ഇന്നും ഡാൻസ് സ്കൂൾ നടത്തുന്നുണ്ട്, കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ആരൊക്കെയാണ് അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തു പോകുന്നു. ഈ ഡാൻസിനോടുള്ള പാഷനുണ്ട്, അപ്പുറത്തെ ഫിസിക്ക് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു കുറ്റബോധം അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഉണ്ടായിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ആഫ്റ്റർ ഡെലിവറി ഒക്കെയാണ് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നത്. മീൻസ് കുറേ വണ്ണം കൂടി പോയ ശേഷം പിന്നെ എനിക്ക് തോന്നി നമ്മൾ ഈ ഡ്രസ്സ് ഇട്ട് വണ്ണമുള്ളവർക്കൊരു പ്രശ്നം എന്ന് വെച്ചാൽ കുറച്ച് കൂടുതൽ പെർഫോം ചെയ്താലേ ഓഡിയൻസ് വരയ്ക്ക് എത്തുള്ളൂ. ഇപ്പോൾ വണ്ണം കുറഞ്ഞാലും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മൂവ് ചെയ്താൽ അത് അപ്പൊ നമ്മൾ കുറച്ചുകൂടി ഇത്രയും മൂവ് ചെയ്യണം, കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യണം.
അപ്പം അങ്ങനെയൊക്കെയുള്ള എനിക്ക് ഡ്രസ്സ് ഇട്ട് എന്നെ കാണാൻ കൊള്ളൂല, ഭയങ്കര തടിയായിട്ട് തോന്നും. പക്ഷെ ഞാൻ സ്റ്റേജിൽ കയറുമ്പോൾ ഞാൻ ഒന്നും നോക്കാറില്ല, എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാൻ ചെയ്യാറുണ്ട്. ഇപ്പോൾ വണ്ണുള്ളവരെ ഇളകി ചെയ്ത് കഴിഞ്ഞ് പാടില്ല അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഞാൻ എൻജോയ് ചെയ്താണ് ഡാൻസ് ചെയ്യാറില്ല. എത്ര വണ്ണുണ്ടായിരുന്നെങ്കിലും ഞാൻ എൻജോയ് ചെയ്തിട്ട് തന്നെ ഡാൻസ് ചെയ്തിട്ടുള്ളൂ ഇതുവരെ അങ്ങനെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് വണ്ണം കുറയും കൂടി, പറഞ്ഞ പോലെ ഒരു ഫീമെയിൽ ആയതുകൊണ്ട് ലൈക്ക് പല മാറ്റങ്ങളും ശരീരത്തിൽ സംഭവിക്കുമല്ലോ, ജീവിതചര്യകളും എല്ലാം അനുസരിച്ച്. മോനുണ്ടായി, അത് കഴിഞ്ഞ് മോളുണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്നും കൂടെ വണ്ണം വെച്ചു. പിന്നെ ഇടയ്ക്ക് ഒന്ന് കുറഞ്ഞു, പിന്നെ ഇപ്പം കുറച്ചൊന്ന് കുറഞ്ഞിരിക്കുകയാണെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടാ എന്തായാലും. പക്ഷെ എനിക്കതൊരു അങ്ങനെ കളിക്കാൻ പറ്റാതെ ആയിട്ടില്ല ഇതുവരെ. പക്ഷെ എന്ത് വണ്ണുണ്ടെങ്കിലും ഞാൻ കളിക്കുമായിരുന്നു. അതൊരു പാഷനാണ്. അതൊരു പാഷൻ തന്നെ. അത് ഇപ്പം ആൾക്കാർ പറഞ്ഞോട്ടെ, ഐ എൻജോയ് ഡൂയിങ് ദാറ്റ്. ഞാൻ എന്ത് കാര്യം ചെയ്യണമെങ്കിൽ ഞാൻ എൻ്റെ സാറ്റിസ്ഫാക്ഷൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനത് ഫസ്റ്റ് അത് നോക്കാറുണ്ട്. ഓഫ് കോഴ്സ് ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. പക്ഷെ എനിക്ക് കാണാൻ ഭംഗിയില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്യില്ല. എനിക്ക് പറ്റാത്ത ഡാൻസ് ഞാൻ ചെയ്യത്തില്ല. ഞാൻ എല്ലാ ടൈപ്പും ചെയ്യുമായിരുന്നു പണ്ട്, സിനിമാറ്റിക് അത് ഇത്. ഇപ്പോഴും ടപ്പാങ്കൂത്തും ഒക്കെ ചെയ്യും. പക്ഷെ എനിക്ക് അത് ഞാനെടുത്ത് നോക്കിയിട്ട് കൊള്ളില്ല എന്നുണ്ടെങ്കിൽ ഞാനത് ചെയ്യില്ല. എനിക്കത് പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഞാനത് ചെയ്യൂല. ഇപ്പൊ നേരത്തെയൊക്കെ കുറെ ഈ കുറച്ച് വെസ്റ്റേൺ സ്റ്റൈലിലുള്ള സാധനങ്ങളൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. ഇപ്പൊ എന്തോ എനിക്കത് ആ ഫിസിക്കലി ചേരില്ലെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ ചെയ്യില്ല. എനിക്ക് പറ്റുന്നൊരു സ്റ്റൈലാണെങ്കിൽ ഒഫ്കോഴ്സ് ഞാൻ ചെയ്യും, എന്നെ കൂടെ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ. ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കാനും ഒക്കെ തയ്യാറുമാണ്. ഈ തമിഴ് സീരിയലിൽ ചിന്നത്തമ്പി അഭിനയിച്ചതിനു ശേഷം, ഈ ചിന്നത്തമ്പി എന്നുള്ള പേര് തന്നെ തമിഴ് സിനിമേനെയും തമിഴ്നാട്ടുകാരെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം ഒരു ഐക്കോണിക് സ്റ്റേജുള്ള ഒരു പേരാണ്. പ്രഭു എന്നുള്ള ആക്ടറൊക്കെ ആയിട്ട് അത്രയും അസോസിയേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഖുഷ്ബു എന്നുള്ള ആക്ട്രസിനെ വലിയൊരു രീതിയിലേക്കൊക്കെ എത്തിച്ച സിനിമയും കൂടിയാണ്. അപ്പൊ ആ പേരിലൊരു സീരിയൽ വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ വലിയ കൗതുകം ഉണ്ടായിരുന്നു. ചിന്നത്തമ്പി ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്? അയ്യോ, വലിയ മാറ്റങ്ങളല്ലേ കൊണ്ട്. ചിന്നത്തമ്പി എന്ന് പറഞ്ഞാൽ ഞാൻ തമിഴിലേക്ക് എൻ്റർ ചെയ്തിട്ടുള്ളൊരു സീരിയലാണ്. അത് എന്നെ നമ്മളിപ്പോൾ ഒരു ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞിട്ട് നോട്ടീസ് ചെയ്യാതെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ നമുക്ക് അടുത്തൊരു സീരിയൽ ചെയ്യാനാണെങ്കിൽ തന്നെ ഓഡിയൻസിൻ്റെ ഇടയിലുള്ള ഒരു ഇതും എല്ലാത്തിനും ഇത് വരുമല്ലോ. പക്ഷെ ചിന്നത്തമ്പി എന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കര സൂപ്പർ ഹിറ്റ് സീരിയലായിരുന്നു. പിന്നെ അതിന് എനിക്ക് എൻ്റെ ഫസ്റ്റ് ഇയർ തന്നെ എനിക്ക് അവിടെ വിജയ് ടി വിയുടെ അവാർഡ് കിട്ടി, ബെസ്റ്റ് മദർ എന്നുള്ള അവാർഡ്. അത് 2 വർഷം ചിന്നത്തമ്പി 2-2.5 വർഷം ഉണ്ടായിരുന്നു കണ്ടിന്യൂസ്. അടുത്ത വർഷവും ആ കാറ്റഗറിയിൽ എനിക്ക് അവാർഡ് കിട്ടി. ഞാൻ ഫസ്റ്റ് എൻ്റെ മോൻ അത്യാവശ്യം ഡാൻസ് ചെയ്യും, കൊറിയോഗ്രാഫറാണ്. അപ്പം അന്ന് അവൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് +2 കഴിഞ്ഞ സമയത്ത് എന്തോ ആണ്. അപ്പം അവനും ആദ്യമായിട്ട് സ്റ്റേജിൽ കയറി ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച്, എന്നുവെച്ചാൽ അത്രയും അവർ എൻകറേജ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആർട്ടിസ്റ്റിനെ ആണെങ്കിൽ, ആർട്ടിസ്റ്റിനെ മാത്രമല്ല, അവിടെ എന്തൊരു ചെറിയ ടാലൻ്റ് ഉണ്ടെങ്കിലും അത് നമ്മളെ ഷോക്കേസ് ചെയ്യാനായിട്ട് നമുക്കൊരു ഫ്രീഡം തരാണ് അവിടെ. സ്റ്റേജിൽ കയറിയിട്ടാണെങ്കിലും ഞാൻ ഡാൻസ് ചെയ്തു, മോൻ ഡാൻസ്, ഞങ്ങൾ ഒന്നിച്ച് ഡാൻസ് ചെയ്തു. അവിടുത്തെ എൻ്റെ റിയൽ സണ്ണും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഒരു ആഘോഷമാണ് വിജയ് ടി വി അവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അവിടെ ചെന്ന് എല്ലാവരെയും കാണുക, ആ സമയത്താണല്ലോ എല്ലാവരും ഒന്നിച്ച് കൂടുക. അങ്ങനെ വലിയൊരു ആക്സെപ്റ്റൻസ് എനിക്ക് കിട്ടിയിട്ടുള്ളൊരു വർക്കാണ്. യെസ്, ഓഫ് കോഴ്സ് ഭയങ്കര വെൽക്കമിങ് ആണ്. ആ ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഷൂട്ടിങ്ങിന് പോയ സമയത്ത് ഞാൻ പറയാതിരിക്കാൻ വയ്യ, നമ്മുടെ ഡയറക്ടർ അരുൾ രാജൻ സാറാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അദ്ദേഹം കാരണമാണ് ഞാൻ ചിന്നത്തമ്പി എന്ന് പറഞ്ഞൊരു സീരിയലിൽ, എൻ്റെ പ്രൊഡ്യൂസറിന് അറിഞ്ഞൂടാ, വിജയ് ടി വിക്ക് എന്നെ അറിഞ്ഞൂടാ, അദ്ദേഹമാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തതും. അത് അദ്ദേഹത്തോടുള്ള കടപ്പാട് എന്നും ഉണ്ടാവും അരുൾ രാജൻ സാർ. ഇപ്പോഴും വല്ലപ്പോഴൊക്കെ സാറിനെ വിളിച്ചിട്ട് വിശേഷങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ട്. അങ്ങനെയാണ് ഞാൻ ചിന്നത്തമ്പിയിലേക്ക് വരുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ ഷൂട്ടിങ്ങിന് പോയ സമയത്ത് അവിടെ കുറച്ച് ഉള്ളിലോട്ട് തിരുത്തനി എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ പ്രൊഡ്യൂസറിൻ്റെ കുറച്ചൊരു പ്ലോട്ടൊക്കെ ഉള്ള സ്ഥലമാണ്. അവിടെ ചെന്നപ്പോഴത്തേക്കും ഞാൻ നിൽക്കുന്നിടത്ത് എൻ്റെ അടുത്ത് മാറി നിൽക്കാൻ പറഞ്ഞാൽ എൻ്റെ കാലിനടിയിൽ നിന്ന് മണ്ണെടുത്തിട്ട് എന്നെ ഉഴിഞ്ഞ്, അങ്ങനെ അത്രയ്ക്കും ഇതുള്ള ആൾക്കാരായിരുന്നു ആ ഗ്രാമത്തിലുള്ള ആൾക്കാരൊക്കെ. ടൗണിൽ കുറെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു, പക്ഷെ അതല്ല, ഞാൻ പറഞ്ഞ ഗ്രാമത്തിൽ പോയി കഴിഞ്ഞപ്പോൾ ഉള്ള അവിടുത്തെ ആൾക്കാരുടെ അയ്യോ എന്തൊരു സ്നേഹമാണെന്നറിയോ. അമ്മ എന്നും പറഞ്ഞിട്ട് അമ്മ എന്നേ വിളിക്കുകയുള്ളൂ. കൂടെ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും അമ്മ എന്നുള്ള, എനിക്ക് അന്ന് ഭയങ്കര ആദ്യം പ്രായമൊന്നും ഇല്ലല്ലോ, ഞാൻ അത്രയും വലിയൊരു പയ്യൻ്റെ അമ്മയായിട്ട് അഭിനയിക്കാനുള്ള പ്രായം എനിക്കില്ല. പക്ഷെ എന്നാലും ആ അമ്മ എന്ന് പറഞ്ഞാൽ അമ്മയായിട്ടാണ് അവർ നമ്മളെ കാണുന്നത്. ഭയങ്കര സ്നേഹമായിരുന്നു. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler.